അസ്സലാമു അലൈക്കും. ഇതര മതസ്ഥർക്ക് നമസ്കാരം. കുഴപ്പമുണ്ടാകണ്ട. ഞാൻ ശബ്ദം വളരെ കുറവുള്ള വ്യക്തിയായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 5:45 വണ്ടി കയറിയത്. വണ്ടി വന്ന നിന്ന സ്ഥലത്ത് നേരെ ഒരു കാറിൽ ഇവിടെ എത്തുകയായിരുന്നു. എൻ്റെ ശബ്ദം പോലും ശരിയല്ല. എന്തുകൊണ്ട് സമയമില്ലാത്ത ഈ അവസരത്തിൽ ഓടി ബാംഗ്ലൂർ KMCC നടത്തുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ വിനയത്തോടുകൂടി പറയട്ടെ, ലോകത്ത് ഒത്തിരി സംഘടനകളുണ്ട്. പക്ഷേ ആ സംഘടനകൾ ചാരിറ്റി ചെയ്യുന്ന സംഘടനകളും മതവിഭാഗങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ KMCC പോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരു സംഘടന ലോകത്ത് വേറെ ഇല്ല എന്ന് ആധികാരികമായി ഞാൻ പറയുകയാണ്. ഒരു മടിയില്ലെന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട കാര്യം, പലരും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പണപ്പിരിവ് നടത്തിയും മറ്റുള്ളവരുടേത് വാങ്ങിക്കൊടുത്തുമൊക്കെയാണ്. അത് സംഭാവന ചെയ്യുകയാണ്. ഞാൻ ഈ KMCCയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചപ്പോൾ നല്ലവരായ നമ്മുടെ മലയാളികളായ സഹോദരങ്ങൾ, അവർ വിദേശത്ത് മലയാള രാജ്യം വിട്ട് മലയാള നാട് വിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെട്ട് രക്തം വിയർപ്പാക്കി തന്റെ കുടുംബത്തെയും സമൂഹത്തെയും രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിയർപ്പിന്റെ വിലയായി ലഭിക്കുന്ന പണത്തിന്റെ ഒരു സിംഹഭാഗവും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന നീതിയുടെ പര്യായമാണ് KMCCയിലെ ഓരോ അംഗങ്ങളും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണം ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ, ചാരിറ്റി നടത്തുന്ന എത്രയോ സംഘടനകൾ മതവിഭാഗങ്ങളൊക്കെയുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി KMCCയിലെ ഓരോ അംഗങ്ങളും അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു അംശമാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ബാംഗ്ലൂരല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അരമണിക്കൂർ സംസാരിക്കുന്നതിന് വേണ്ടിയാണെങ്കിലും KMCCയുടെ യോഗത്തിൽ പോകണം എന്നെൻ്റെ മനസാക്ഷി എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഈ യോഗത്തിൽ ഞാനിപ്പോൾ പങ്കെടുക്കുന്നു. മഹാനായ മർഹൂം ശിഹാബ് തങ്ങൾ സെന്റർ തങ്ങളുടെ പേരിലുള്ള സെന്ററാണ്. ശിഹാബ് തങ്ങൾ ആരായിരുന്നു എന്ന് ഞാനിവിടെ പറയേണ്ടതായിട്ടില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കുടുംബത്തിലെ അംഗമായ ശിഹാബ് തങ്ങൾ, ആ വലിയ വ്യക്തിത്വം മഹത്തായ ഭാരതത്തിന്, ഗാന്ധിജിയുടെ രാജ്യത്തിനും മലയാളക്കരയ്ക്കും ചെയ്തിട്ടുള്ള നന്മകളുടെ നീണ്ട ചരിത്രം 6 മണിക്കൂർ നിന്ന് പറഞ്ഞാലും തീരില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ്.